റംസാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു വിതരണം തുടങ്ങുകയാണ്. 2 മാസത്തെ ഗഡുവായ 3200 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. 2023 നവംബർ ഡിസംബർ മാസങ്ങളിലെ കുടിശ്ശികയുള്ള തുകയാണത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1 ഗഡു പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു. 6 മാസത്തെ പെൻഷൻ മുടങ്ങിക്കിടക്കവെയാണ് 2 മാസത്തെ പെൻഷൻ നൽകുന്നത്. ഇങ്ങനെ ജനത്തെ വിഡ്ഢികളാക്കുന്നതിനിടെ മറ്റൊരു ദ്രോഹം കൂടി പൊതുജനത്തോട് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ നിർത്താനൊരുങ്ങുകയാണ്. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഔദാര്യം മാത്രമാണെന്നും പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ക്ഷേമ പെൻഷൻ നൽകാനാണെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും സെസ് പിരിക്കുന്നുണ്ടെന്നും പക്ഷേ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലെത്തിയ പൊതുതാൽപര്യ ഹർജിയിലാണ് സർക്കാരിൻ്റെ വിചിത്ര നിലപാട്. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട അഡ്വക്കേറ്റ് എ ഷിബിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൻ്റെ മറുപടിയിലാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 500 മുതൽ 999 രൂപ വരെ ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപയും സെസ് നൽകണം. 1 ലിറ്റർ പെട്രോൾ, ഡീസൽ എന്നിവയിൽ നിന്ന് 2 രൂപയും സെസ് നൽകണം. ക്ഷേമ പെൻഷൻ നൽകാനാണ് ഈ സെസ് പിരിവെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ അവകാശമല്ല, ഔദാര്യമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. സെസ് കൃത്യമായി ഖജനാവിലെത്തുകയും ക്ഷേമ പെൻഷൻ 7 മാസം കുടിശ്ശികയുമായതോടെയാണ് പൊതുതാൽപര്യ ഹർജി അഡ്വക്കേറ്റ് ഷിബി ഫയൽ ചെയ്തത്. തെരഞ്ഞെടുപ്പ് എത്തിയതോടെ 1 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി സർക്കാർ കൊടുത്തു. ഇതോടെ 2023 സെപ്റ്റംബർ മാസം വരെയുള്ള പെൻഷനാണ് വിതരണം ചെയ്തിരിക്കുന്നത്. 6400 രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാർക്കും 4 മാസത്തെ കുടിശ്ശികയായി ലഭിക്കേണ്ടതാണ്. ഏപ്രിൽ 26-നാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 30 ആകുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 5 മാസമാകും. അതായത് 8000 രൂപ പെൻഷനായി ക്ഷേമ പെൻഷൻകാർക്ക് ലഭിക്കേണ്ടതാണ്. 5 മാസത്തെ കുടിശ്ശിക പ്രതീക്ഷിച്ചിരുന്ന 1.5 ലക്ഷത്തിന് മുകളിലുള്ള ക്ഷേമ പെൻഷൻകാർ ഹൈക്കോടതിയിൽ സർക്കാർ എടുത്ത നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ പിൻവലിക്കുമോ, കുടിശ്ശിക അനന്തമായി നീളുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഇവർ. ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന സർക്കാർ നിലപാടിനെതിരെ രംഗത്തു വരാനാണ് പ്രതിപക്ഷ നീക്കം. തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ ക്ഷേമ പെൻഷൻ അവകാശമെന്ന നിലപാട് സർക്കാർ തിരിച്ചടിയായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ഏപ്രിൽ മാസം 2 ഗഡുക്കൾ വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ക്ഷേമ പെൻഷൻ വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ഈ നീക്കം.